me that I'm never gonna make it. വൈക്കത്തുള്ള ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ നമ്മുടെ യാത്ര. എറണാകുളത്ത് നിന്ന് എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെടാനായിട്ട് പറ്റും കേട്ടോ. ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തി. അപ്പോൾ വൈക്കത്ത് എത്തുന്നതിന് മുമ്പ് റൈറ്റ് ടേൺ തിരിഞ്ഞ് ആണ് നമ്മൾ ഈ ഒരു റിസോർട്ടിലേക്ക് പോകുന്നത്. ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലല്ലേ, അതിന് തൊട്ടടുത്താണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. വൈക്കത്തുള്ളവർക്കൊക്കെ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ വളരെ ഫേമസ് ആണ്, അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും അത് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു റൂട്ട് മാപ്പ് അടിച്ച് നോക്കിയാൽ മതി ഗൂഗിളിൽ. കളത്തിൽ ലേക്ക് റിസോർട്ട്, ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഉൾവഴികളിലൂടെ വേണം അങ്ങോട്ടേക്ക് എത്താൻ, കാരണം ഇത് കുറച്ച് ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരു റിസോർട്ടാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ എത്താനും കുറച്ച് നമുക്കങ്ങ് പോകണം. അപ്പോൾ അതാ എത്തി, നമ്മുടെ റിസോർട്ടിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്തിലൂടെയൊക്കെയാണ് കേട്ടോ നമ്മൾ കടന്ന് വന്നത്. ഗേറ്റൊക്കെ തുറന്ന് തരുന്നുണ്ട്. ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഭയങ്കര ഏരിയ ആണ് കേട്ടോ. നമുക്ക് ആ ഏരിയ മൊത്തം കാണാം. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നീണ്ടു പോകുന്ന വഴിയാണിത്. കളത്തിൽ ലേക്ക് റിസോർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലേക്കിനോട് ചേർന്നുള്ളൊരു റിസോർട്ടാണെന്ന് മനസ്സിലായി. നല്ല രസമായിട്ടുള്ള ഏരിയയുമാണ്. അതാ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്കിനി ഇവിടെ റിസപ്ഷൻ ഉണ്ട്, റിസപ്ഷനിലേക്ക് ഒന്ന് പോകാം. അതിനൊപ്പം തന്നെ കുറേ ആളുകൾ ഇവിടെ ചെക്കൗട്ട് ചെയ്യാനും നിൽക്കുന്നുണ്ട്, കുറേ പേര് ചെക്കിൻ ആവാനും നിൽക്കുന്നുണ്ട്. ഹലോ, ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? കളത്തിൽ ലേക്ക് റിസോർട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. അടിപൊളി റിസോർട്ട് എന്ന് വെച്ചാൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് കുറേ കോട്ടേജുകൾ, അതിഗംഭീരമായിട്ടുള്ള കോട്ടേജുകൾ. ആ കോട്ടേജുകൾക്കെല്ലാം തന്നെ തെയ്യം, കഥകളി, അങ്ങനെ ഓരോരോ പേരുകൾ ഇട്ടിട്ടുള്ള കോട്ടേജുകളാണ് കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ എത്തി, ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ പോവുകയാണ്. നല്ല രസമുള്ള റിസോർട്ടാണ്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ ജുവൽ ബേബീസ് വേൾഡിൽ. അപ്പോൾ തീർച്ചയായിട്ടും കാണുക. നിങ്ങൾ ഈ റിസോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമുക്ക് റിസോർട്ടിൻ്റെ ബാക്കി കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. ഞങ്ങളുടെ റൂം നമ്പർ 101 ആണ്. നേരെ അങ്ങോട്ട് പോവാം. വാ. റിസപ്ഷനിൽ എത്തിയപ്പോൾ തന്നെ ചക്കരക്കുട്ടിക്ക് ചെസ്സ് കളിക്കാനായിട്ട് കിട്ടിയിട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചെസ്സ് കളിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം ചെസ്സൊക്കെ കളിച്ചു. പിന്നെ റിസപ്ഷൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. വേമ്പനാട് കായലിൻ്റെ ഒരു സൈഡിലാണ് ഈ ഒരു റിസോർട്ട്, കളത്തിൽ ലേക്ക് റിസോർട്ട്. നല്ല രസമുള്ള ഇങ്ങനെ കാഴ്ചകളും നല്ല കാറ്റും. ചെന്നപ്പോൾ മുതൽ ആ ഒരു കാറ്റ്. പിന്നെ സാധാരണ ഈ ഒരു കായലിൻ്റെ സൈഡിലുള്ള റിസോർട്ടുകൾക്കൊക്കെ ഒരു കായലിൻ്റെ ആ ഒരു മണമൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ആ ഒരു മണമൊന്നുമില്ല. വളരെ വൃത്തിയുള്ള, നല്ല ഭംഗിയുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ ഉള്ള റിസോർട്ട്. അതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം കേട്ടോ, 101 കോട്ടേജ്. അപ്പോൾ ആ കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു വ്യൂ ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെയാണ് ഇവിടെ ഹൗസ് ബോട്ടൊക്കെ ഉണ്ട്. ഇവരുടെ തന്നെയാണ്, കളത്തിൽ ലേക്ക് റിസോർട്ടിൻ്റെ തന്നെയാണ് ഹൗസ് ബോട്ടാണ് ഉള്ളത്. അപ്പോൾ ഹൗസ് ബോട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ വേറെ ബുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് റൂം ഒന്ന് ആദ്യം കയറി കാണാമല്ലേ. ഇതാണ് നമ്മുടെ റൂം. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ചക്കരക്കുട്ടി ആയും തന്നെ ഇതെല്ലാം കാണാനായിട്ട് പോയി. ഈ ഒരു റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓരോ കോട്ടേജിൻ്റെയും താഴെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. ഒരു പോണ്ടിൻ്റെ മുകളിലാണ് ഈ ഒരു കോട്ടേജ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം. പിന്നെ നമുക്ക് എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും കൂടെ ഒരു റൂമിൽ കൂടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്ട്രാ റൂം നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഞങ്ങൾ എക്സ്ട്രാ ബെഡാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഈ ഒരു റൂമിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു കോറിഡോർ ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് കുറച്ചും വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ബാൽക്കണിയുടെ ഒരു ഫുൾ വ്യൂ ഞാൻ കാണിച്ചു കേട്ടോ. അതിന് മുമ്പ് നമ്മുടെ റൂമിനോട് തൊട്ട് ചേർന്ന് ബാത്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ് കേട്ടോ. നല്ല വൃത്തിയുള്ളൊരു ബാത്റൂം. ഒരു ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും കൂടെ പറ്റുന്ന ഒരു ബാത്റൂം തന്നെയാണ് കേട്ടോ. അതിന് തൊട്ട് ചേർന്നാണ് ലഗേജ് എല്ലാം സൂക്ഷിക്കാൻ. നമുക്ക് നിറയെ കബോർഡുകളുണ്ട്. എല്ലാവരും ലഗേജ് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ ഡ്രസ്സിങ് റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബാൽക്കണിയിലേക്ക് നോക്കാം. ബാൽക്കണി പറയാതെ വയ്യ, അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഇരുന്ന് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഓരോ കോട്ടേജിൻ്റെ താഴെയും ഇങ്ങനെ വെള്ളം, ഒരു പോണ്ട് പോലെയുണ്ട്. അതിനകത്ത് നിറയെ മീനുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും ഇവിടെ ഞങ്ങളുടെ കോട്ടേജിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു പോണ്ടിൽ ഇങ്ങനെ മീനുകളൊക്കെ പോകുന്നുണ്ട്. അത് അപ്പുറത്തുനിന്നും നമുക്ക് ആ ഫ്രണ്ടിൽ നിന്നും അതിൻ്റെ ഒരു വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് പോർഷനിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു വ്യൂ ആണ്. ഇതിന് ഇപ്പുറത്തേക്കൊക്കെ നിറയെ കോട്ടേജുകളാണ് കേട്ടോ. പുറകിലേക്ക് ഒത്തിരി കോട്ടേജുകളുണ്ട്. നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ ഫസ്റ്റ് റൂമാണല്ലോ. ഇനി കുട്ടികളുടെ ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ ചക്കരയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് സിപ്പ് ലൈനാണ്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇത് ജോക്കുട്ടിനും ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും സിപ്പ് ലൈനിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. കുറച്ച് നേരം വന്ന് ഇവിടെ ഇരുന്നെങ്കിലും പിന്നെ അടുത്തത് സിപ്പ് ലൈനും പിന്നെ സൈക്കിൾ ചവിട്ടാനും പോയി. സൈക്കിളാണ് ഇവിടെ ജോക്കുട്ടിനെ അട്രാക്റ്റ് ചെയ്ത മെയിൻ കാര്യം. നല്ല കാറ്റായതുകൊണ്ടുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് ആട്ടുതൊട്ടിലൊക്കെ ഇങ്ങനെ കിടന്ന് സ്വസ്ഥമായിട്ട് ഇങ്ങനെ കിടക്കണം.
എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഇങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ നിന്നും അതുപോലെ തന്നെ ജോലിയിൽ നിന്നൊക്കെ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് ഇങ്ങനെ വന്ന് സ്വസ്ഥമായിട്ട് കിടക്കണം, അല്ലെ വല്ലപ്പോഴും ഒക്കെ അതിന് പറ്റിയ ഏരിയ ആണ് കേട്ടോ. പിന്നെ നമ്മൾ സൈക്കിൾ എടുത്തു, സൈക്കിൾ ഒന്ന് ചവിട്ടി റിസോർട്ട് മുഴുവൻ ഒന്ന് പോയി. അപ്പോൾ ചക്കരക്കുട്ടി പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട്, അവൾക്ക് സൈക്കിൾ ചവിട്ടാൻ വലിയ കാര്യമായിട്ട് അറിയില്ല, എൻ്റെ പുറകിൽ കയറാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും അവളെയും കയറ്റി റിസോർട്ട് മുഴുവൻ ഒന്ന് ചുറ്റി അടിച്ചു കേട്ടോ. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഒരു റിസോർട്ടിൻ്റെ ഒരു ഏക്കർ എത്ര ഏക്കറാണെന്നുള്ളത്. ഒത്തിരി ഏക്കറിലാണ് കേട്ടോ ഈ ഒരു റിസോർട്ട്. അത് മുഴുവൻ നമുക്ക് ഇങ്ങനെ നടന്ന് കാണാം. പിന്നെ ഈ റിസോർട്ടിൻ്റെ ഭംഗി നമുക്ക് വർണ്ണിക്കാൻ വയ്യ, അത്രയും നല്ല വൃത്തിയാണ് ഇവിടുത്തെ മെയിൻ. പിന്നെ ഇതുപോലെ നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കും ഫുൾ ടൈം. ഒരു ഇങ്ങനെ ലേക്ക് സൈഡിലായതിൻ്റെ യാതൊരു മണമൊന്നുമില്ല. ഇപ്പുറത്തെ വശമാണ് കേട്ടോ, ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ ഇപ്പുറത്തെ വശമാണിത്. ആ ഒരു ഏരിയയിലാണ് പെഡൽ ബോട്ടിംഗ് ഒക്കെ വരുന്നത്, ആ ഒരു ഏരിയയിലാണ് കേട്ടോ. എന്താ ജോക്കറിന് എന്ത് സ്പീഡിലാണ് സൈക്കിൾ ചവിട്ടി വരുന്നതെന്ന് നോക്കി. പിന്നെ അപ്പുറത്തേക്ക് റിസപ്ഷനും ആദ്യം നമ്മൾ കാണിച്ച ഏരിയയ്ക്കാണ്. ചക്കരക്കുട്ടി ഇതാ ഇവിടെ നിന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ, ട്രാംപ്ലിൻ്റെ അകത്താണ്. വേറെ കുറേ കുട്ടീസിനെയും കൂടെ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്, അവിടെ വന്നപ്പോൾ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇവിടെ. പിന്നെ ഇതാ ഈ കളത്തിൽ ലേക്ക് റിസോർട്ടിൻ്റെ ഈ ഒരു ഹൗസ് ബോട്ടിൽ നമ്മൾ സ്പെഷ്യൽ ബുക്ക് ചെയ്യണം കേട്ടോ, അതിന് സ്പെഷ്യൽ ചാർജാണ്. അപ്പോൾ നമുക്ക് അതൊരു 3:30 to 5:30 ആണ് അതിനൊരു ടൈം. ആ ഒരു സമയത്തേക്ക് ജസ്റ്റ് വേമ്പനാട് കായലിലൊക്കെ ഒന്ന് ചുറ്റി വരാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് റിസോർട്ടിൽ നിന്ന് കുറേ പേര് അതിനകത്ത് കയറുന്നുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ സ്പെഷ്യലായിട്ട് ബുക്ക് ചെയ്താൽ മതി. ഈ റിസോർട്ടിൻ്റെ ഭംഗി ആസ്വദിച്ച് തന്നെ അതിൻ്റെ ആ ഒരു ഓളം വെട്ടുന്നതൊക്കെ കണ്ട് ഇങ്ങനെ ആ ഒരു തീരത്തിരിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ, നല്ല കാറ്റും. ഈവനിങ് ടൈമാണ് ഏറ്റവും രസം. ഇപ്പോൾ ചക്കരക്കുട്ടി ആ ബോട്ടിൽ നിന്ന് നല്ല പാട്ട് വരുന്നുണ്ട് കേട്ടോ, ഹൗസ് ബോട്ടിൽ നിന്ന്. അത് കേട്ട് ഇത് അവിടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം വന്ന് ക്യാമറയിലെടുത്തു. ഇത് ഏത് പാട്ടിനൊപ്പമാണ് ഡാൻസ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? ആ പാട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ട് ഞാൻ മ്യൂസിക് മാറ്റിയിട്ടതായത്. For you to tell me how to live life, and these times it feels like nobody's right, yeah. So I'ma figure out what else we succeed, and then invest all of my time into that and proceed. I need whatever the hell could make me happy, and I don't think you have a clue what could that be. They tell me. അപ്പോൾ ഇതാ നല്ല ഡാൻസൊക്കെ ചെയ്ത് ഞങ്ങളിവിടെ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട്. ഇവിടെ കാണാൻ നമുക്കിങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇവിടെ ഇരിക്കാനായിട്ട് കുറേ സ്പേസ് ഉണ്ട് കേട്ടോ. എത്ര പേർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് ശരിക്കും ഗ്രൂപ്പായിട്ടൊക്കെയുള്ള ഒരു ടൂർ പാക്കേജ് പോലെയൊക്കെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേർക്ക് നല്ല രസമായിട്ടുള്ള ഏരിയയാണ്. പിന്നെ അത് മാത്രമല്ല ഇവിടെ കുറേ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനുള്ള ഏരിയാസ് ഉണ്ട്. അതുപോലെ കല്യാണങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് ബുക്ക് ചെയ്യാനായിട്ട് പറ്റിയ പ്ലേസാണ് കേട്ടോ. കാരണം അതിനനുസരിച്ച് ഒത്തിരി ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനൊക്കെ പറ്റിയ ഏരിയയാണ്. പുറകിലുള്ള ഈ ഒരു പ്ലേസ് എല്ലാം കാണുന്നത് ഇത് വേമ്പനാട് കായലിൻ്റെ ഒരു സൈഡിലാണ് കേട്ടോ ഇത് റിസോർട്ട് വരുന്നത്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ളൊരു റിസോർട്ട്. 1 ഡേ വെൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റിസോർട്ടാണ് കേട്ടോ. ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ ഇതാ ഇവിടെ ഇഷ്ടംപോലെ കളിക്കാനുള്ള ഏരിയ ഉണ്ട് ഇതാ. അപ്പോൾ എന്തായാലും ഇന്ന് മുഴുവൻ നമ്മൾ ഈ ഒരു റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വ്ളോഗിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും ഫുൾ കാണുക, എന്നിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. നിങ്ങളിവിടെ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്കിത് ഈ റിസോർട്ടൊന്ന് മുഴുവനൊന്ന് നടന്ന് കാണാം കേട്ടോ. അങ്ങോട്ടേക്ക് എന്തൊക്കെയാണ് ഈ റിസോർട്ടിലുള്ളത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ യോഗ സെൻറ്ററൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ റെയിൻ ഫൺ ഡാൻസിൻ്റെ ഏരിയ ഉണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, അതുപോലെ വോളിബോൾ ഗ്രൗണ്ട് ഇവിടെ അവൈലബിൾ ആണ്, ആയുർവേദ സെൻറ്റർ ഉണ്ട്, അതുപോലെ തന്നെ യോഗ മെഡിറ്റേഷൻ സെൻറ്റർ ഉണ്ട്. പിന്നെ നമുക്ക് ജിം ആൻഡ് ഫിറ്റ്നസ് സെൻറ്റർ, അതായത് ജിം ആൻഡ് ഫിറ്റ്നസ് സെൻറ്ററാണ്. അവിടെ നമുക്ക് അത് വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ കുറച്ചൊക്കെ നല്ലതേ ഉള്ളൂ കേട്ടോ. കുറേയൊക്കെ പ്രോഡക്റ്റുകൾ അത് അവിടെ കിടന്ന് ചീത്തയായതും ഉണ്ട്, അല്ലാത്തത് നല്ലതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഏരിയ ആണ് ഇത് മൊത്തം നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് ആ ഒരു പ്രദേശത്തും. ഇത് ഏറ്റവും ഒരു ലാസ്റ്റ് പോർഷനായിട്ട് വരും കേട്ടോ ഈ ഒരു ജിമ്മിൻ്റെ ഒരു ഏരിയ വരുന്നത്. അവിടെയൊക്കെ നമുക്ക് പോയി ഇരിക്കും, കുറേ സമയം അവിടെയും നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ആയുർവേദ സെൻറ്റർ വരുന്നത്. യോഗ മെഡിറ്റേഷനും അവിടെ തന്നെയാണ്, ആ ഒരു അടുത്ത് തന്നെയാണ്. അത് നമ്മുടെ തൊട്ട് ഇപ്പുറത്ത് തന്നെ അതായത് ഈ ഒരു പോർഷനിലാണ് ആ ഒരു സെൻറ്ററും എല്ലാം വരുന്നത്. നടക്കാൻ ഇഷ്ടം പോലെ ഏരിയ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് നടന്ന് കാണാം. അപ്പോൾ ഈ ഒരു ഈവനിങ് സമയത്ത് നല്ല രസമാണ് ഇതിൽ നടക്കാനായിട്ടും. ഇതിൻ്റെ ഓരോരോ റിസോർട്ടുകളാണ്, ഓരോരോ റിസോർട്ടുകളുടെ ആ ഒരു ഏരിയയാണ് ഇതെല്ലാം തന്നെ. ഇപ്പുറത്തെ സൈഡിലേക്കൊക്കെയുള്ള റിസോർട്ടുകളാണ്. ഇതിൻ്റെ ആ നടുക്കൊക്കെ കണ്ടോ, അവിടെയൊക്കെ ഇങ്ങനെ ഒരു അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ തരം തിരിച്ച് അപ്പുറത്തെ ഇപ്പുറത്തെ റിസോർട്ടുകൾ നമുക്ക് കാണാൻ ഇങ്ങനെ പറ്റും. പിന്നെ ഇവിടുത്തെ റിസോർട്ടുകളുടെ പേര് ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ.
കേരളീയ കലാരൂപങ്ങളുടെ പേരാണ് കേട്ടോ ഓരോ കോട്ടേജുകൾക്കും ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഓരോ കോട്ടേജിനും ഇങ്ങനെ സ്പെഷ്യൽ പേരാണ്. കഥകളി, തെയ്യം, കൂത്ത്, അങ്ങനെ കേരളീയ കലാരൂപങ്ങളുടെ പേരാണ് ഓരോന്നിനും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമുക്ക് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങോ അങ്ങനെയൊക്കെ നടത്തുമ്പോൾ ഉള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡെല്ലാം സെർവ് ചെയ്യാനുള്ള ഏരിയ ആണ് ഇത്. അതുപോലെ ഡേ പാക്കേജുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു കോട്ടേജ് തെയ്യം, ഇത് തിറ, അങ്ങനെ ഓരോരോ കോട്ടേജുകൾക്ക് ഓരോ പേരുണ്ട്. ഇതിൻ്റെ സൈഡിലൂടെയാണ് നമുക്ക് പെഡൽ ബോട്ടിങ് നടത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനും മമ്മിയും ബിൻചാനും കൂടെ ഒന്ന് ആ ഒരു ഏരിയ ഒക്കെ ഒന്ന് നടന്ന് കാണാനായിട്ട് ഇറങ്ങി. നല്ല കാറ്റുള്ളതുകൊണ്ട് നല്ല സുഖമാണ് ഈവനിങ് ടൈം ഇതിൽ ഇങ്ങനെ നടന്ന് കാണാനായിട്ട്. അപ്പോൾ ഇനി പെഡൽ ബോട്ടിങ് വെച്ച് താമസിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ മമ്മിയും ചക്കരയും സ്ഥാനം പിടിച്ചു. ഇനി ബിൻചാനും ജോക്കുട്ടിനും കൂടെ വന്നിട്ട് വേണം. ഏകദേശം 5 പേർക്ക് ഇരിക്കാൻ പറ്റും ഒരു പെഡൽ ബോട്ടിൽ. കുറേ പെഡൽ ബോട്ടിങ്ങും പിന്നെ കുറച്ച് കയാക്കിങ്ങിൻ്റെയും പിന്നെ വഞ്ചി, അങ്ങനെ പിന്നെ ഇതുണ്ട് കുട്ടവഞ്ചി, അതെല്ലാം തന്നെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണ് എന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. സിമ്പിളായിട്ട് പെഡൽ ബോട്ടിങ് നമുക്ക് ആ ഒരു സ്റ്റൈലിൽ ചെയ്യാൻ പറ്റുമല്ലോ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈവനിങ് ടൈം ആയതുകൊണ്ട് അങ്ങനെ വലിയ വെയിലില്ല, എന്നൊരു ചെറിയ വെയിലുണ്ട്, ചൂടൊന്നുമില്ല, കാറ്റുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു ഏരിയ നല്ല രസമാണ്. ആദ്യം നമ്മൾ പറഞ്ഞ ആ തെയ്യം, അതുപോലെ കേരളീയ കലാരൂപങ്ങളുടെ പേരുള്ള കോട്ടേജുകളില്ല, അതിൻ്റെ മുന്നിലൂടെയാണ് ഈ ഒരു പെഡൽ ബോട്ടിങ് യാത്ര. അപ്പോൾ അതിനൊക്കെ നമുക്ക് അടുത്ത് കാണാം. ഈ കോട്ടേജുകളിലൊക്കെ കുറേ ആളുകളുണ്ട് കേട്ടോ. ആരും ഇങ്ങനെ പുറത്തേക്ക് കാണുന്നില്ല എന്ന് മാത്രം. വെക്കേഷൻ ടൈമിലാണ് ഞങ്ങളും വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഓണം വെക്കേഷൻ ടൈമിലാണ് എത്തിയത്. ആ ഒരു സമയത്തൊക്കെ കുറേ ആളുകളുണ്ട്. ആ ചക്കരക്കുട്ടി മുന്നിൽ നിന്ന് പുറകിലേക്ക് വന്നിരുന്നു കാഴ്ചകളൊക്കെ ഫുൾ കാണാനായിട്ട്. ഞങ്ങളെപ്പോലെ തന്നെ മറ്റൊരു ഫാമിലി, ഏകദേശം ഞങ്ങളുടെ ഒരു ഏരിയയിൽ വരുന്ന ഒരു ഫാമിലി മെമ്പേഴ്സിനെ അവിടെ വെച്ച് പരിചയപ്പെട്ടു. അവരും പെഡൽ ബോട്ടിംഗ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് പെഡൽ ബോട്ടിംഗ് ചെയ്യാൻ നല്ല രസമായിരുന്നു. നല്ല ശാന്തമായ അന്തരീക്ഷം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും ജോക്കുട്ടിന് അവിടെ നിന്ന് മാറിയിട്ടേ ഇല്ല. പെഡൽ ബോട്ടിംഗ് അവൻ ചവിട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറിയിട്ടേ ഇല്ല. ജോക്കുട്ടിനും ഏതായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു സ്പേസിൽ ഞങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ, ടൈം സ്പെൻഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഇനി പൂളിൽ പോയാലോ എന്നൊക്കെ ആലോചിച്ചു. അപ്പോഴാണ് ചായ കുടിച്ചില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ ചായ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ചായയാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളെ അടുത്ത് അവിടെ ഇരിപ്പുണ്ട്. അത് കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ പൂളിലേക്ക് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതാണ് ഞങ്ങൾ നമ്മുടെ ഇത് പെഡൽ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് അതേ ഡെസ്റ്റിനേഷനിലെത്തി. കൊട്ടവഞ്ചിയിൽ കയറാൻ ഇച്ചിരി പേടിയുണ്ട്. കുഴപ്പമൊന്നുമില്ല, അവർ പറഞ്ഞു ഒരു കുഴപ്പമൊന്നുമില്ല എന്ന്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കയാക്കിങ് പോലത്തെ, പിന്നെ വഞ്ചി പോലത്തെ തുഴഞ്ഞു പോകാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊന്നും വേണ്ടാന്ന് വെച്ചു. അതായത് നേരെ ഇങ്ങോട്ട് വന്ന് ചായയൊക്കെ കുടിച്ചു. അടിപൊളി ഫ്രഞ്ച് ഫ്രൈസും നല്ല ഒനിയൻ പക്കോടയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോഴേക്കും നല്ല അന്തരീക്ഷമൊക്കെ ഒന്ന് മാറി, നല്ല ഈവനിങ് ടൈം, വെയിലും കുറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പൂളിലേക്ക് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചു. കുറച്ച് നേരം പൂളിലും കൂടെ ഒന്ന് കയറിയിട്ട് പോരാം. പൂൾ ടൈം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 7 മണി വരെയാണ്. അപ്പോൾ അതിന് മുമ്പ് പൂളിൽ പോകണമല്ലോ. അപ്പോൾ പൂളിൽ ചെന്നപ്പോൾ കുറച്ച് പേരുണ്ട്. പക്ഷെ നല്ല ഏരിയ ഉള്ള പൂളാണ് കേട്ടോ. ഒത്തിരി നീളമുണ്ട് ആ പൂളിന്. 6 ഫീറ്റ് വരെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കണം. ഞാനൊക്കെ 5'3" ആണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു ഇപ്പുറത്തെ പോർഷനിലേക്ക് വരാൻ പറ്റില്ല. കണ്ടോ, ബിൻചാനോടെ പിടിച്ച് നിൽക്കണുണ്ടോ. പിന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ, ഈ പൂളിൻ്റെ ഇപ്പുറത്ത് തന്നെ റെയിൻ ഡാൻസിനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ റേറ്റ് കൊടുക്കണം കേട്ടോ. റെയിൻ ഡാൻസിന് നല്ല മ്യൂസിക് പ്ലസ് ഇതും കൂടെ വരുന്നതാണ്. റെയിനായിട്ട് അവിടെ ഇങ്ങനെ മഴവെള്ളം പോലെ നമുക്ക് അവിടെ എല്ലാം ഷവർ ചെയ്യും. അപ്പോൾ അങ്ങനത്തെയാണ്. ആ ഏരിയയ്ക്ക് സ്പെഷ്യൽ റേറ്റാണ്. അവിടെ പ്രത്യേകിച്ച് വേറെ ആരെയും ഇങ്ങനെ കണ്ടില്ല കേട്ടോ. ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനൊക്കെ അടിപൊളിയായിരിക്കും ആ ഒരു പ്ലേസ്. അപ്പോൾ എന്തായാലും ഇനി ഞാനും കൂടെ പൂളിലേക്ക് ഇറങ്ങാൻ പോവാം. ആളുകൾ കുറേ പേര് വന്നു തുടങ്ങി. അപ്പോൾ ഏകദേശം ഒരു 6:30 വരെയെങ്കിലും പൂളിൽ കിടക്കണം. 7 മണി വരെയാണല്ലോ പൂൾ ടൈം. അപ്പോൾ ഞങ്ങളെല്ലാവരും ചക്കരയും ചോക്കൊണ്ടുന്ന ചക്കരേന് മുമ്പിലുണ്ടായിരുന്നു അവിടെ. ഇനിയിപ്പോൾ ഈവനിങ് കുറച്ച് നേരം നമുക്കിവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോവാം. ഈ ഹൗസ് ബോട്ടൊക്കെ ഇപ്പോഴാണ് കേട്ടോ, ഈ രാത്രി സമയത്താണ് കാണാൻ രസം. ഇപ്പോൾ ഒരു 7 മണി 7:30 ആയിട്ടുണ്ട് സമയം. ആ ഒരു സമയത്തെ ഈ ഒരു ലേക്ക് റിസോർട്ടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, അതായത് ഇത് ഭംഗിയാ നോക്കിയാൽ നല്ല രസമുള്ളൊരു ഏരിയ.
രാത്രിയിലത്തെ ഡിന്നർ നമുക്ക് വേണമെങ്കിൽ പുറത്തു വന്ന് പോയി കഴിക്കാം. എന്ന് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചില്ല കേട്ടോ. ഇവിടെ നിന്ന് തന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ കഴിച്ചത്. ചപ്പാത്തിയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഓർഡർ കൊടുക്കണം. അപ്പോൾ പലർക്കും അത് അറിയില്ലാത്തത് കൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ വന്നിട്ട് ഓർഡർ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കുറേ വൈകി കിട്ടാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് നേരത്തെ ചോദിച്ച് ഓർഡർ എടുത്തായിരുന്നു. ഞങ്ങളൊരു 6-6:30 തന്നെ ഓർഡർ കൊടുത്തായിരുന്നു രാത്രിയിലത്തെ ഡിന്നറിൻ്റെ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഡിന്നർ കഴിക്കാനായിട്ട് എത്തി. നല്ലതായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ ഫ്രൈഡ് റൈസും അതുപോലെ ചില്ലി ചിക്കനും നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ നല്ലൊരു റിസോർട്ട് അന്വേഷിച്ചത്, കളത്തിൽ ലേക്ക് റിസോർട്ടിലേക്ക് വന്നത്. ഈ ഒരു റിസപ്ഷൻ്റെ മുകളിൽ കുറേ പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്ക് ആർച്ചറി ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ചെസ് ഉണ്ട്, അതുപോലെ ക്യാരംസ് ഉണ്ട്. ഞാനും ആർച്ചറി ഒന്ന് ട്രൈ ചെയ്തു, വിചാരിതമായിട്ട് കണ്ടു. ഇത് അവിടെയാണ് കിട്ടിയത്. അതുപോലെ ജോക്കുട്ടനൊക്കെ ആർച്ചറി പഠിക്കുന്നതാണ്, പക്ഷെ ഞാൻ അവനെ തോപ്പിച്ചു. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് നമുക്ക് ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞാണ് പതിയെ നമ്മൾ റൂമിലേക്ക് പോയത് കിടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ബാക്കി വീഡിയോ പുറകെ വരുന്നുണ്ട്. കാരണം നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഇപ്പം തന്നെ 17 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലെങ്ത് കുറയ്ക്കാനായിട്ട് ഞാൻ നെക്സ്റ്റ് ഡേയിലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. ഇതൊരു 4-സ്റ്റാർ കാറ്റഗറി ഹോട്ടലാണ് കേട്ടോ. ഇതിൻ്റെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ബുക്കിങ്ങും ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്തേക്കാം. നിങ്ങളും എക്സ്പ്ലോർ ചെയ്തോളൂ. എല്ലാവർക്കും, കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഇഷ്ടപ്പെടുന്നതല്ല ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ബോറടിക്കില്ല. പിന്നെയും രാത്രിയും ചക്കരയൊക്കെ ഈ ഒരു പ്ലേ ഏരിയയിൽ തന്നെയായിരുന്നു കേട്ടോ. പിള്ളേരെല്ലാവരും തന്നെ ഈ ഒരു പ്ലേ ഏരിയയിലായിരുന്നു. ഞാനും കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെ കുറേ സമയം നമുക്ക് കാറ്റൊക്കെ കൊണ്ട് ഒരു ഏകദേശം ഒരു 10-10:45 വരെ ഇവിടെ എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. കുറേ പേര് ഇതുപോലെ ഞങ്ങൾ റൂമിലേക്ക് പോയി കഴിഞ്ഞിട്ടും കുറേ പേര് അവിടെ വന്നിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ, ബൈ.